ഇരിക്കും മിസ്റ്റർ സതീഷ്. പ്രസവം സുഖമായി കഴിഞ്ഞു, ഒരു വിഷമവും ഉണ്ടായില്ല. എന്താ മുഖത്തിനൊരു വല്ലായ്മ? ഡോക്ടർ, എക്സ്ക്യൂസ് മീ, ഒരു സംശയം. 8 മാസം തികഞ്ഞാൽ പൂർണ്ണ വളർച്ചയുള്ള കുഞ്ഞിനെ പ്രസവിക്കും? ചോദിക്കാൻ കാര്യം? പക്ഷേ എന്റെ വൈഫിന് 8 മാസം തികഞ്ഞതേ ഉള്ളൂ. ഓഹോ, അതാണോ മുഖത്തെ വല്ലായ്മ? 8 മാസം തികഞ്ഞാൽ പൂർണ്ണ വളർച്ചയുള്ള കുട്ടിയെ പ്രസവിക്കാം. 7 മാസം തികഞ്ഞാലും കുട്ടി ജീവിച്ചിരിക്കും, പക്ഷെ പൂർണ്ണ വളർച്ച ഉണ്ടാവില്ല. ഒരു സംശയം വേണ്ട, പോയി മകനെ കണ്ടു. ഞാൻ എന്റെ കുഞ്ഞിന്റെ സർവൈവലിനെ കുറിച്ച് ചോദിക്കുകയായിരുന്നു. താങ്ക് യു വെരി മച്ച്. എന്താ ലക്ഷ്മി? ഡെലിവറിയായി മിസ് ലില്ലി. കൊച്ചിന് യാതൊരു കുഴപ്പമില്ല. 8 മാസമേ ആയുള്ളല്ലോ. വലിയവരുടെ ഭാര്യമാർക്ക് അത്രയൊക്കെ മതിയായിരുന്നു. ജോസ്, ലക്ഷ്മിക്ക് പാലോ വല്ലതും വേണമെങ്കിൽ ആശുപത്രി കൊണ്ടുപോയി കൊടുത്തേക്കണം. നമ്മൾ പറഞ്ഞത് മാസ്റ്റർ കേട്ട് കാണുമോ? കേട്ട് കാണുമെന്ന് തോന്നുന്നില്ല. എന്നാലും മാഷിന്റെ മുഖത്ത് ഒരു ബ്ലീച്ചിങ്. കേട്ട് കാണത്തില്ല. ഡോണ്ട് വറി, ഡോണ്ട് വറി, ഡോണ്ട് വറി. ഹലോ കൺഗ്രാറ്റുലേഷൻ. വി ഹേർഡ് ദാറ്റ് പ്ലസന്റ് ന്യൂസ്. ഭാര്യ പ്രസവിച്ചറിഞ്ഞു. കൺഗ്രാറ്റുലേഷൻ. ഭാഗ്യവാൻ. എന്നാലും ഇത്രയും വേഗം പ്രസവിപ്പിക്കണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മുരളി, ഇയാൾ നാട്ടിലേക്ക് പോയ ദിവസം മുതൽ ലക്ഷ്മിയുമായി ചിട്ടയിലായിരുന്നു. കറക്റ്റ് കറക്റ്റ്. എനിഹോ മിസ്റ്റർ സതീഷ്, വി വാണ്ട് എ പാർട്ടി വിത്ത് കുട്ടി. എല്ലാം തരാം. ലക്ഷ്മി ആശുപത്രിയിൽ നിന്ന് വന്നു. ബൈ ദ ബൈ മിസ്റ്റർ സതീഷ്, എന്താ മുഖത്തൊരു ക്ഷീണം? പ്രസവിച്ചത് നിങ്ങളാണെന്ന് തോന്നുന്നല്ലോ. ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങില്ല. അയച്ചി ഇന്നിതുവരെ കുളിച്ചു പോലുമില്ല. ഓഹോ, ശരി, എന്നാ പോകാൻ പറ്റില്ല. ഓൾറൈറ്റ്, സതീഷ് ഒരല്പം വിശ്രമിക്കും. ശരി, പാർട്ടി ഷുവർ. താങ്ക് യു, താങ്ക് യു. ശരി, ഓക്കെ.
ലക്ഷ്മി, എന്താ? ഇവിടെ വന്നിരിക്കും. പ്രസവത്തിന് ശേഷം നിനക്ക് എപ്പോഴും വിഷാദഭാവമുണ്ട്. എനിക്ക് മാത്രമല്ലല്ലോ. എനിക്ക് വിഷമമുണ്ട്, അതിന് കാരണവുമുണ്ട്. അതേ കാരണമാണ് എന്റെ വിഷമത്തിന്റെയും. 8-9 മാസത്തെ പരിചയം കൊണ്ട് നിന്നെപ്പോലെ സുശീലയായ മറ്റൊരു സ്ത്രീ ഇല്ലാന്ന് മറ്റുള്ളവർ പറയുമ്പോൾ എന്തോ ഒരു വിഷമം. അതുകൊണ്ട് നിന്നിൽ നിന്ന് ഒരു വാക്ക് കിട്ടിയാൽ മതി, എന്റെ എല്ലാ വിഷമവും തീരും. ഇത് എന്റെ മകനല്ലേ? അല്ല. എനിക്ക് പാമ്പ് തരണം, എന്നോട് ക്ഷമിക്കണം. ഞാൻ കുറ്റക്കാരിയല്ല. എന്നെ വഞ്ചിച്ച നീ കുറ്റക്കാരിയല്ല അല്ലേ? അല്ല അല്ല, എന്നെ വിശ്വസിക്കൂ. ഈ കുഞ്ഞിനെ പുറത്തുകൊണ്ട് കഴിച്ചു മാറ്റി. എന്താ കരയാണ്ടില്ലേ? ഞാൻ അങ്ങയെ വഞ്ചിച്ചിട്ടില്ല, ഇത് സത്യം. പിന്നെ നീ പ്രസവിച്ചത് എന്റെ കുട്ടിയല്ല എന്ന് പറഞ്ഞത്? എല്ലാ സത്യവും ഞാൻ തുറന്നു പറയാം. അത് കേട്ടിട്ട് അങ്ങ് എന്നെ എന്തു വേണോ ചെയ്തുള്ളൂ. ഞാൻ പ്രസവിച്ചത് ഗന്ധർവന്റെ കുഞ്ഞിനെയാണ്. ഈ സ്ത്രീക്ക് ഭ്രാന്തുണ്ടോ? ഭ്രാന്തല്ല, സത്യം. അങ്ങെന്നെ വിശ്വസിക്കണം. ഞാൻ കള്ളം പറയില്ല. എനിക്ക് വേണമെങ്കിൽ അങ്ങയുടെ കുട്ടിയാണെന്ന് കള്ളം പറയാമായിരുന്നു. എന്റെ കുഞ്ഞ് ഗന്ധർവന്റെ കുഞ്ഞാണ്. എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാണോ നീ? ആ ഗന്ധർവൻ എന്നിൽ ആവേശിക്കുമായിരുന്നു. ചില രാത്രികളിൽ എനിക്ക് കസ്തൂരിയുടെയും മുല്ലപ്പൂവിന്റെയും സുഗന്ധം അനുഭവപ്പെടുമായിരുന്നു. ഗന്ധർവൻ പാട്ടുപാടി എന്നെ മോഹിപ്പിക്കും. ഞാൻ അറിയാതെ കിടക്കറ വാതിൽ തുറന്നിറങ്ങിപ്പോകും. ഗന്ധർവൻ എന്നോട് ഒരു ഭർത്താവിനെ പോലെ പെരുമാറും. ശരിക്കും ഓർമ്മ വരുമ്പോ ഞാൻ തറവാട്ടിലെ ഗന്ധർവ ക്ഷേത്രത്തിന്റെയോ സർപ്പക്കാവിന്റെയോ അടുത്ത് കിടക്കുകയായിരിക്കും. ഇങ്ങനെ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. എന്റെ തറവാട്ടിലെ മറ്റു ചില സ്ത്രീകളെയും പണ്ട് ഇതുപോലെ ഗന്ധർവൻ ഭാര്യമാരാക്കിയിട്ടുണ്ട്. പിന്നെ ഒരു മുത്തശ്ശി ഒരു സ്വർണ്ണക്കുഞ്ഞിനെ പ്രസവിക്കുക കൂടി ചെയ്തു. ഇതെല്ലാം അങ്ങ് വിശ്വസിക്കണം. ആ കുഞ്ഞിനെ ഇനി ഈ മുറിയിൽ കൊണ്ടുവരരുത്.